കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള മാലിന്യക്കടത്തിൽ അടിയന്തര നടപടിയുമായി സംസ്ഥാന സർക്കാർ. തിരുനെൽവേലിയിലെ മാലിന്യം നാളെ തന്നെ നീക്കം ചെയ്യും. ക്ലീൻ കേരള കമ്പനിയും നഗരസഭയും ചേർന്നാണ് മാലിന്യം നീക്കം ചെയ്യുക. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ബി അരുൺ ചേരുകയാണ്. അരുൺ, ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തരമായി ഈ മാലിന്യം നീക്കം ചെയ്യാൻ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്, ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം? നാളെ തന്നെ പൂർണ്ണമായും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിയുമോ? രേണുക, ദേശീയ ഹരിത ട്രിബ്യൂണൽ 3 ദിവസമാണ് സംസ്ഥാന സർക്കാരിന് ഈ മാലിന്യം നീക്കാൻ അനുവദിച്ച സമയം. ആ സമയപരിധി നാളെ അവസാനിക്കുകയാണ്. നമുക്കറിയാം 11ഓളം സ്ഥലങ്ങളിൽ 5 പോയിന്റുകളിലെ 11ഓളം സ്ഥലങ്ങളിലാണ് വലിയ മാലിന്യ നിക്ഷേപം. അത് ആശുപത്രി മാലിന്യങ്ങളും അതുപോലെ തന്നെ ഹോട്ടൽ മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ളവയുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് നീക്കം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ മാരത്തോൺ മീറ്റിംഗുകളായിരുന്നു, യോഗങ്ങളായിരുന്നു. നഗരസഭയും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരും സർക്കാർ തദ്ദേശ ഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെയായി മാരത്തോൺ മീറ്റിംഗുകളായിരുന്നു. ഒടുവിലാണ് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം സബ് കളക്ടർക്കാണ് ഇതിന്റെ ഏകോപന ചുമതല. നാളെ ഒരു ദിവസം കൊണ്ട് മുഴുവൻ മാലിന്യം നീക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. എത്രത്തോളം പ്രായോഗികമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഗ്രീൻ കേരള കമ്പനിക്കും തിരുവനന്തപുരം നഗരസഭയ്ക്കും ഈ 2 ഏജൻസികളെയാണ് ഇതിന്റെ നോഡൽ ഓഫീസർമാരായി നോഡൽ സംഘമായി നിയോഗിച്ചിരിക്കുന്നത്. ഇതുപയോഗിച്ച് നാളെ വൈകുന്നേരത്തോടു കൂടി പൂർണ്ണമായും മുഴുവൻ മാലിന്യങ്ങളും മുഴുവൻ മാലിന്യങ്ങളും നീക്കാനുള്ള നീക്കം. പക്ഷേ അരുൺ സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഈ മാലിന്യ നിക്ഷേപങ്ങൾ ഉള്ള ഇടങ്ങൾ സന്ദർശിച്ച് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണല്ലോ. അത് സാധ്യമാണോ? ഇന്ന് അരുൺ പോയി റിപ്പോർട്ട് ചെയ്ത ഇടം ഇങ്ങനെ എത്രയോ ഏക്കറുകളോളം മാലിന്യ കൂമ്പാരം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ നീക്കുക സാധ്യമാകുന്ന കാര്യമാണോ? അത്ര എളുപ്പമല്ല എന്നൊരു പറയാം. പക്ഷെ ബൃഹത്തായ ഒരു ആക്ഷൻ പ്ലാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. അത് അത്ര എളുപ്പമല്ല എന്നൊരു വസ്തുതയാണ്. നഗരസഭയുടെ വലിയൊരു സംഘം ഇതിനായി എത്തുമെന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. നഗരസഭയുടെ അതുപോലെ ഗ്രീൻ കേരള കമ്പനിയുടെയും അതുമായി ബന്ധപ്പെട്ട നിർണായക യോഗങ്ങൾ ഇപ്പോഴും ചേരുകയാണ്. അതിന്റെ കോർഡിനേഷൻ അവസാന ഘട്ടത്തിലാണ്. ഞാൻ അല്പസമയം മുമ്പ് തിരുവനന്തപുരം സബ് കളക്ടറുമായി ബന്ധപ്പെട്ടു. കൃത്യമായ ആക്ഷൻ പ്ലാൻ എന്നത് ഇപ്പോൾ വിശദീകരിക്കാനാകില്ല. നാളെ രാവിലെ അക്കാര്യം അറിയിക്കാമെന്നാണ് സബ് കളക്ടർ വ്യക്തമാക്കുന്നത്. മറ്റു വഴികൾ സംസ്ഥാന സർക്കാരിന് മുൻപിലില്ല. കാരണം ദേശീയ ഹരിത ട്രിബ്യൂണലാണ് ഇത്ര കർശനമായ ഒരു നിർദ്ദേശം, ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു വീഴ്ച വരുത്തുക സംസ്ഥാന സർക്കാരിന് എളുപ്പമല്ല. അതുകൊണ്ടാണ് അടിയന്തരമായ ഒരു നടപടിയിലേക്ക് പോകുന്നത്. ഈ മാലിന്യങ്ങൾ വെറുതെ നീക്കം ചെയ്താൽ പോരാ, അത് കൃത്യമായി സംസ്കരിക്കണം. തരംതിരിക്കേണ്ട മാലിന്യങ്ങൾ ഉണ്ടാകാം. അത്തരത്തിൽ ഏത് തരത്തിലാണ്, ഏത് രീതിയിലാണ് ഈ നടപടികൾ മുന്നോട്ട് പോകേണ്ട കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. വിശദമായ ഒരു ആക്ഷൻ പ്ലാൻ തന്നെ ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് വൈകാതെ അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നാളെ വൈകുന്നേരത്തോടു കൂടി മുഴുവൻ മാലിന്യവും നീക്കാൻ സർക്കാർ നിർബന്ധിതമാണ്. ഇതിൽ ആശുപത്രി മാലിന്യങ്ങളാണ്. നമുക്കറിയാം ആശുപത്രി മാലിന്യങ്ങൾ എത്രമാത്രം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന്. അത് ഒരിടത്ത് നിക്ഷേപിച്ചു, അവിടെ നിന്ന് ഇനി നീക്കം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അതീവ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്ന കാര്യം കൂടിയാകുന്നില്ലേ? അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്? മാത്രവുമല്ല, എവിടേക്ക് ഇത്രയധികം മാലിന്യം എവിടേക്ക് എങ്ങനെ സംസ്കരിക്കും, നീക്കും എന്ന കാര്യത്തിൽ ഈ വ്യക്തത വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ വ്യക്തത അധികാരികൾക്കുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ കൃത്യമായ ആക്ഷൻ പ്ലാൻ ലഭ്യമായിട്ടില്ല. എന്താണ് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ അവർ ഇപ്പോൾ ഒരു രഹസ്യാത്മക സൂക്ഷിക്കുകയാണ്. കാരണം നമുക്കറിയാം ആശുപത്രി മാലിന്യങ്ങളാണ്, മറ്റ് മാരക രോഗങ്ങൾ വരെ പടർന്നു പിടിക്കാനിടയുള്ള മാലിന്യങ്ങൾ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധയോടുകൂടി സംസ്കരിക്കേണ്ട ഒന്നാണ്. ജനവാസ മേഖലകളിൽ ഇനിയും അതുകൊണ്ട് തള്ളാനാകില്ല. ഇമേജിന്റെ സഹായം ഒരുപക്ഷെ ഉണ്ടാകും. കൃത്യമായ മെഡിക്കൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു മാറ്റമാകും സർക്കാർ ഉദ്ദേശിക്കുക. അത് എങ്ങനെയെന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ശരി, എന്തായാലും അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ക്ലീൻ കേരള കമ്പനിയും ഒപ്പം നഗരസഭയും ചേർന്നാണ് മാലിന്യം നീക്കം ചെയ്യുക. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.